സ്കൂൾ തുറക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. എന്നാൽ വാഹന സൗകര്യമില്ലാത്തതിനാൽ എങ്ങനെ സ്കൂളിൽ പോകുമെന്ന ആശങ്കയിലാണ് മലപ്പുറം നിലമ്പൂർ വളാന്തോട് ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. കാടും മലയും പുഴയും കടന്നു വേണം ആ കുഞ്ഞുങ്ങൾക്ക് മഴക്കാലത്ത് സ്കൂളിലേക്ക് എത്താൻ. വിദ്യാവാഹിനി പദ്ധതി വഴിയുള്ള വാഹന സൗകര്യം മുടങ്ങിയതാണ് പ്രതിസന്ധിയുടെ പ്രധാന കാരണം. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ദിൽഷ. വാളന്തോട് GT LPS സ്കൂളിലെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഞാൻ. ഞങ്ങൾക്ക് സ്കൂൾ തുറക്കാനായി ഞങ്ങൾക്ക് ബാഗും ബുക്കും എല്ലാം കിട്ടി. പക്ഷേ ഇപ്പോഴും ഞങ്ങളുടെ പ്രധാന പ്രശ്നം ഞങ്ങൾക്ക് സ്കൂളിലേക്ക് വരാൻ വണ്ടിയില്ല. നമുക്ക് നമ്മളുടെ ഊരിലെ യാത്രാ ദുരിതമൊന്ന് കണ്ടാലോ? കുത്തനെയുള്ള ഈ കയറ്റവും ചളിയും കാടും പുഴയുമെല്ലാം കടന്നാണ് ഓരോ കുരുന്നുകളും വിദ്യ അഭ്യസിക്കാനായി കിലോമീറ്ററുകൾ താണ്ടി മണിക്കൂറുകൾ പിന്നിട്ട് വിദ്യാലയമുറ്റത്തെത്തുന്നത്. മുൻ വർഷങ്ങളിൽ ഇവരെ വീടുകളിൽ നിന്ന് സുരക്ഷിതമായി സ്കൂളിലെത്തിക്കാൻ സർക്കാരിൻ്റെ തന്നെ പദ്ധതിയായ വിദ്യാവാഹിനി വാഹനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഈ പദ്ധതി മുടങ്ങിക്കിടക്കുകയാണ്. മഴയായാൽ പോകാൻ കഴിയൂല, പിന്നെ തിരിച്ചു വരുമ്പോൾ സന്ധ്യയാവും. അങ്ങോട്ട് കയറി പോരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജീപ്പൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇവിടുന്ന് അധികം നടക്കാനൊന്നും കഴിയില്ല. റോഡിലൂടെ കൂട്ടുകാരന്മാരൊന്നും അങ്ങനെ വരലില്ല. അവർക്ക് മറ്റേ വണ്ടി ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വരലടക്കൂല. ഞാൻ ഈ വർഷം ഇവിടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ പോകും. 28 വിദ്യാർത്ഥികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. നായാടംപൊയിൽ, കണ്ടില്ലപ്പാറ, മാങ്കുന്ന് കോളനിയിലെ വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിലേക്ക് എത്തുന്നത്. പ്രൈവറ്റ് വണ്ടി ഓടുന്നതിന് കുഴപ്പമില്ല എന്ന് ഹെഡ് മാഷ് പറഞ്ഞു. അതേപോലെ തന്നെ ITDP എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം നമ്മൾ എഗ്രിമെൻ്റ് വെച്ച് വണ്ടി ഓടി. നമുക്ക് ഒരു പൈസയും കിട്ടിയില്ല. നമുക്ക് ഒരു പൈസയും കിട്ടാത്തതിന് സാഹചര്യം വന്നുകൊണ്ട് നമ്മൾ പിന്നെ ഓട്ടം നിർത്തേണ്ട ഒരു അവസ്ഥ വന്നു. മഴക്കാലത്ത് പോലും 1.5-2 മണിക്കൂറിലധികം കാൽനടയായി ഈ പുഴയെല്ലാം കടന്നു വേണം വിദ്യാർത്ഥികൾ സ്കൂളിലെത്താൻ. വലിയ പ്രയാസമാണ് ഇവിടുത്തെ കുട്ടികളും അതുപോലെ തന്നെ പ്രായമായ ആളുകളൊക്കെ അനുഭവിക്കുന്നത്. പ്രധാനമായിട്ടും വാഹന സൗകര്യമില്ല അല്ലെങ്കിൽ റോഡില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ കോളനിയിലെ നിവാസികൾ പറയുന്ന ഒരു കാര്യം. വാഹന സൗകര്യം ഇല്ലാത്തതിനാൽ മിക്ക വിദ്യാർത്ഥികളും സ്കൂളിൽ പോകാതെ ഊരുകളിൽ തന്നെ കഴിയുന്നതാണ് പതിവ്. ചില വിദ്യാർത്ഥികൾ ഹോസ്റ്റലിലേക്ക് മാറിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ദുരിതത്തിന് പരിഹാരം കാണേണ്ടത് ബന്ധപ്പെട്ട അധികാരികളാണ്. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം.